എല്ലാ പ്രിയപ്പെട്ടവർക്കും ഊഷ്മളമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ നട്ടുച്ചയോടടുത്ത സമയത്ത് ഈ വെയിലത്ത് അനുഗ്രഹീതയായൊരു മാതാവ് ലജ്ജ കൂടാതെ കർത്താവിനെ പ്രസംഗിക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ദീർഘവർഷങ്ങളായി മാതാവിനെ പരിചയമുണ്ട്. ഇതിനോടകം മീഡിയയിലൂടെയൊക്കെ ഈ മാതാവിൻ്റെ കവലപ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞെന്ന് കരുതുകയാണ്. ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. വളരെ പ്രായാധിക്യത്തിലെത്തിയ ഒരു വാത്സല്യ മാതാവാണ്. ലജ്ജ കൂടാതെ ഈ കവലയിൽ വളരെ പരസ്യമായിട്ട് ശക്തമായിട്ട് കർത്താവിലൂടെയുള്ള രക്ഷ അദ്ദേഹം വിളംബരം ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ മാതാവിനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനും ഇതുപോലെ തെരുവുകളിൽ കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരു പരസ്യോഗ പ്രസംഗകനും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കവലയിലെ സുവിശേഷ പ്രഭാഷണം ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തപ്പെടുകയാണ്. ആ മാതാവിൻ്റെ അരികിൽ ചെന്ന് അവരുമായി ചില കാര്യങ്ങളൊന്ന് സംസാരിച്ചിട്ട് സാവകാശമുണ്ടെങ്കിൽ ആ മാതാവിൻ്റെ വീട്ടിലൂടെ ചെന്ന് അവരുമായിട്ട് സംസാരിപ്പാനും കാര്യങ്ങൾ അന്വേഷിപ്പാനും ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മാതാവിന്റെ അരികിലേക്ക് ഒന്ന് പോകാം. തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ. എനിക്ക് ദീർഘവർഷങ്ങളായിട്ട് ഈ വാത്സല്യ മാതാവിനെ പരിചയമുണ്ട്. ഇതുപോലെ ധാരാളം കവലകളിൽ ഒരു ലജ്ജയും കൂടാതെ വളരെ ശക്തിയോടെ കർത്താവിലൂടെയുള്ള രക്ഷയെ പരിചയപ്പെടുത്തുന്ന ഒരു അനുഗ്രഹീതയായ മാതാവാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് ചെത്തിയറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ മാതാവ് താമസിക്കുന്നത്. മക്കൾ എത്ര പേരാ ഉള്ളത്? മൂന്നാൺമക്കള്. എത്ര പേരാണ് കർത്താവിന്റെ വേലയില്? 2 പേരാണ് ഇപ്പൊ കർത്താവിന്റെ വേലയ്ക്ക്. 3 ആൺമക്കൾ ഈ വാത്സല്യ മാതാവിനുണ്ട്. 2 പേര് കർത്താവിന്റെ വേലയിലാണ്. ഒരാള് അതെന്ത് പറ്റി? ഒരാള് മാനസികമായിട്ട് സുഖമില്ലാതെ ഭാരപ്പെടുന്ന ഒരുപാട് പരിമിതികളുടെ നടുവിലാണ് ഈ വാത്സല്യ മാതാവ്. ആ പരിമിതികളുടെ നടുവിലും എല്ലാ ദിവസവും അല്ലേ, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇതുപോലെയുള്ള തെരുവുകളിൽ അനേകരോട് കർത്താവിനെ സാക്ഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവാണ്. ഈ മാതാവിന് ദൈവം ദീർഘായുസ്സും ബലവും ഒക്കെ നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ വാത്സല്യ മാതാവിന്റെ ഭവനത്തിലേക്ക് പോയി കാര്യമായിട്ട് ഈ വാത്സല്യ മാതാവിനോട് സംസാരിപ്പാനും പരിചയപ്പെടുവാനും ഉള്ള സാവകാശമുണ്ട്. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോകാം. തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഊഷ്മളമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഈ തൊട്ടടുത്ത ജംഗ്ഷനിൽ വളരെ ധീരതയോടെ കർത്താവിനെ പ്രസംഗിച്ച ഒരു വാത്സല്യ മാതാവിൻ്റെ ഭവനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വളരെ ധീരമായിട്ട് കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരു നല്ല മാതാവാണ് പ്രിയ ഗ്രേസി അമ്മച്ചി. അമ്മച്ചി പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സന്തോഷമായിട്ടിരിക്കുന്നല്ലോ? ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഈ വാത്സല്യ മാതാവിനെ കാണുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ പിടയുകയാണ്. ഞാൻ പ്രായം എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ 79 വയസ്സ് തികയാറായി അല്ലേ? അതെ, 80 തുടങ്ങുന്നു. 80 വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ധാരാളം 80കാര് ഇന്ന് ലോകത്തിലില്ല. അനേകര് കിടക്കയിലാണ്. ഈ സമയത്തും ആർജവത്തോടെ വളരെ എരിവോടെ കർത്താവിനെ ധാരാളം കവലകളിൽ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷാത്മാവുള്ള ഒരു മാതാവാണ്. 3 മക്കളെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. വിശദമായി പരിചയപ്പെടാം. 2 പേര് കർത്താവിൻ്റെ വേലയിലാണ്. ഇതിനോടകം ഈ മാതാവിൻ്റെ അനുഭവങ്ങളും തൻ്റെ പരസ്യോഗ പ്രഭാഷണങ്ങളുമൊക്കെ ധാരാളം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന മാതൃതുല്യം സ്നേഹിക്കുന്ന ഒരു പ്രിയ അമ്മയാണ്. നമ്മൾ ഒരുമിച്ച് ഈ വാത്സല്യ മാതാവ് പാർക്കുന്ന കൊച്ചു ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. മാതാവിൻ്റെ വിശേഷങ്ങൾ, ശുശ്രൂഷയിലുണ്ടായ അനുഭവങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുള്ള സാവകാശമുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ വാത്സല്യ മാതാവിന് ഇപ്പോൾ 80 വയസ്സാകുന്നു അല്ലേ? പരസ്യോഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഈ വാത്സല്യ അമ്മയ്ക്ക് ദൈവം കൊടുത്ത വലിയ ദർശനത്തിനായി സ്തോത്രം. അമ്മജി പ്രൈസ് ദി ലോർഡ്. ഈ
ദൈവകൃപയിലേക്ക് ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? 85-ലാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. ആ എന്റെ ഭർത്താവ് സർക്കസുകാരനായിരുന്നു, ഞാനും സർക്കസുകാരിയായി മാറി. ആ ആ കാലഘട്ടത്തില് സർക്കസുമായി ബന്ധപ്പെട്ടു പോയി. ഓ ഞാൻ വളരെ രോഗിയായി മാറി. അത് ശരി. രോഗിയായി മാറി എങ്ങും കൊണ്ടുപോയി ചികിത്സിച്ച് സൗഖ്യമില്ല. ആ എന്നിട്ട് ഓ ഓക്കെ. ഒരു കാലഘട്ടത്തിൽ ഒരു ആശുപത്രിയിൽ ഞാൻ മരിച്ചുപോയി. അത് ശരി. മരിച്ചതിന് ശേഷം രാവിലെ കിടന്നത് 1:30 മണി വരെ ഞാൻ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടു കിടന്ന സ്ഥാനത്തില് എനിക്ക് ദൈവം എന്തുവാന്ന് എനിക്കറിയില്ല. സ്തോത്രം. പക്ഷേ ഞാൻ എൻ്റെ ആത്മാവിലൊരു ശബ്ദം കേൾക്കാനിടയായി. ആമേൻ ആമേൻ. ജീവനും സത്യവും വഴിയും ഞാനാകുന്നു, എന്നിൽ കൂടി അല്ലാതെ രോഗത്തിന് സൗഖ്യവും പാപത്തിന് മോചനമില്ലാന്നൊരു ശബ്ദം എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചത് അപ്പോഴെൻ്റെ കാതിൽ കേട്ടു. ഞാൻ കണ്ണു തുറന്നു. രാവിലെ 8 മണിക്ക് മരണപ്പെട്ടു കിടന്ന ഞാൻ പകൽ 1:30 മണി വരെയും മരണപ്പെട്ടു കിടന്നു. ഈ ലോകത്തു നിന്ന് ഞാൻ എൻ്റെ ആത്മാവ് പോയ വഴികളൊക്കെ അതിവിശുദ്ധമായ രീതിയിലൊക്കെ എന്നെ കൊണ്ടുപോയി. ഈ വാത്സല്യ അമ്മ വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് കവലകളില് സർക്കസ് നടത്തി മുൻപോട്ട് പോയൊരു കുടുംബമാണ്. കവലകളിലെല്ലാം ഇന്ന് പരസ്യമായിട്ട് കർത്താവ് രക്ഷകനാണെന്ന് പ്രസംഗിക്കുന്നു. വളരെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മജി, മക്കൾ എത്ര പേരാണുള്ളത്? മക്കൾ 3 പേര്. ആ 3 പേര് ഇപ്പൊ എന്ത് ചെയ്യുന്നു? 2 പേര് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. മൂത്ത മകനാണ് ഇരിക്കുന്നത്, സുഖമില്ലാതിരിക്കുക. സുഖമില്ല. ഇദ്ദേഹത്തിന് എത്ര നാളായി? അദ്ദേഹത്തിന്റെ 20-ാമത്തെ വയസ്സിലെ അദ്ദേഹത്തിന് അസുഖം ആരംഭിച്ചതാ. ഇന്ന് ഈ 50 വയസ്സ് അല്ല, ഇന്ന് പിന്നെ 53 വയസ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. 53 വയസ്സ്. മാനസികമായിട്ടുള്ള പ്രശ്നമാണോ? മാനസികമായിട്ടുള്ള പ്രശ്നം. അതിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടോ? മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. ഇദ്ദേഹം കുടുംബസ്ഥനാണെന്ന് അറിയാനിടയായി. അതെ. അപ്പൊ അമ്മച്ചി, മകന്റെ ഭാര്യയെ ഒന്ന് വിളിക്കാമോ? നമുക്ക് പരിചയപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ അമ്മച്ചിയുടെ മൂത്ത മകന്റെ കുടുംബമാണ്. സഹോദരന്റെ പേര് കുഞ്ഞുമോനല്ലേ? സിസ്റ്ററുടെ പേര് മിനി. ഞാൻ ഉറപ്പിച്ചതുപോലെ ഒരു വലിയ ത്യാഗമാണ് ഈ മകന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം മാനസികമായിട്ട് ഒരു രോഗിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മകനെ വിവാഹം ചെയ്തത്. സിസ്റ്ററെ, ഇദ്ദേഹത്തെ ഇങ്ങനെ വിവാഹം ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്? സുഖമില്ലാത്തവരോട്, കഴിവില്ലാത്തവരോടൊക്കെ എനിക്ക് പ്രത്യേകിച്ചൊരു താല്പര്യമാണ്. അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ അവരെ സഹായിക്കുമായിരുന്നു. അതിനൊരു മനസ്സ് കർത്താവ് എനിക്ക് തന്നതുകൊണ്ട് അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ വിവാഹത്തിന് വേണ്ടി അങ്ങനെ ഒരു ജീവിതത്തിലൊരു സഹായം ചെയ്യാൻ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇതിന് തയ്യാറായത്. ആമേൻ. അത് ശരി. ആമേൻ. ഇവർ വിവാഹിതരായ ശേഷം 2 വർഷം നിലമ്പൂരില് ബൈബിൾ സ്കൂളിൽ ദൈവവചനം പഠിച്ച വിദ്യാർത്ഥികളാണ്. നിലമ്പൂര് മലബാർ തിയോളജിക്കൽ കോളേജിലാണ് ഞങ്ങൾ 2 വർഷം പഠിച്ചത്. എത്ര വർഷമായി? 2 വർഷം പഠിച്ചു. ഈ വാത്സല്യ സഹോദരനെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഈ വാത്സല്യ സഹോദരി പറയുന്നത് നമ്മൾ കേട്ടു. വളരെ ചെറുപ്പം മുതലേ ബലഹീനരായ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട ആളുകളോട് ഒരു വലിയ കരുണ ഈ വാത്സല്യ മകൾക്കുണ്ടായിരുന്നു. നിശ്ചയമായും അത് ദൈവം കൊടുത്തൊരു വലിയ ഗിഫ്റ്റാണെന്ന് ഞാൻ കരുതുകയാണ്. ഇവർ വിവാഹിതരായ ശേഷം 2 വർഷം നിലമ്പൂരില് ബൈബിൾ സ്കൂളിൽ ദൈവവചനം പഠിച്ച വിദ്യാർത്ഥികളാണ്. ഈ വാത്സല്യ മകളുടെ ഹൃദയത്തിലെ ആഗ്രഹം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നാണ്. നിങ്ങൾ പ്രേക്ഷകര് ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുഞ്ഞോൻ ബ്രദർ 53 വയസ്സുണ്ട്. പ്രിയ സിസ്റ്റർ, അവർ കുടുംബസ്ഥരാണ്. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നാണ്. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്, സാധ്യമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരും ഈ കുടുംബത്തിന്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവ് ഈ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമ്മജി, എവിടെയാണ് ആരാധനയ്ക്കൊക്കെ പോകുന്നത്? ആരാധനയ്ക്ക് പോകുന്ന 2ാമത്തെ മകന്റെ കൂടെ. ഇവിടെ അടുത്ത് ആരാധനയുണ്ട്, അവിടെയാ പോകുന്നത്. ഓക്കെ. അതെ. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ അനുഗ്രഹമായിട്ട് പോകുന്നല്ലോ. പോകുന്നു. അപ്പോഴ് അമ്മച്ചി ഇവിടെ അടുത്ത് സ്വന്തം മകന്റെ ഒപ്പമാണ് ദൈവത്തെ ആരാധിക്കുന്നത്.
അമ്മച്ചിക്ക് ഈ പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. വളരെ ശക്തമായിട്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരമ്മയാണിത്. തീർച്ചയായും തൻ്റെ ശുശ്രൂഷയിൽ ഒരുപാട് അനുഭവങ്ങൾ ദൈവം തനിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയങ്ങൾ നമുക്ക് ചെലവഴിക്കാനില്ല. ചുരുങ്ങിയ ചില മിനിറ്റുകൾ പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ ഈ അമ്മച്ചി പങ്കുവയ്ക്കുന്നതായിരിക്കും. എനിക്ക് എൻ്റെ മക്കളെ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, നിങ്ങളൊരു ദിവസം ഒരു ആളോടെങ്കിലും ഈ നല്ല സുവിശേഷം നിങ്ങൾ പറയണം. കാരണമുണ്ട്. നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വയസ്സൊക്കെ തീർന്നിരിക്കുകയാണ്. 80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചിയാണ് ഞാൻ. നിങ്ങൾ യൗവനക്കാരാകുന്നു. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഒരു ദിവസമെങ്കിലും ഒരാളോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശമായി തീരണം. ഇതാണ് കർത്താവ് നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഞാനും അത് തന്നെ. അതിനായിട്ട് നിങ്ങളോട് ഞാൻ ഈ വാക്ക് പറയുന്നു. നമ്മൾ ഈ വാത്സല്യ മാതാവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്, താൻ ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ നമുക്ക് കാണുവാനും കേൾക്കുവാനും ഇടയായി. അവർ വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും കർത്താവിന് വേണ്ടി വളരെ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ കേൾക്കാനിടയായല്ലോ. വാത്സല്യ മാതാവിൻ്റെ മക്കളെയൊക്കെ പരിചയപ്പെടുവാൻ നമുക്ക് അവസരമുണ്ടായി. മൂത്ത മകനാണ് അദ്ദേഹം, കുടുംബസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. മറ്റ് 2 മക്കളുണ്ട്. അവർ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ വന്ന ഈ വാത്സല്യ കുടുംബത്തെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഇവിടെ സമീപ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ നടത്തുന്നുണ്ട്. അനേകരവിടെ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മകനാണ് പാസ്റ്റർ ഷാജു ശാമുവേൽ. തൻ്റെ കുടുംബം വാത്സല്യ അമ്മയുടെ 2ാമത്തെ മകനാണ്. നിങ്ങൾ ആ കുടുംബത്തെയും ഓർത്ത് വിശേഷിച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ വരുവാനും ഈ പ്രിയപ്പെട്ടവരെ കാണുവാനുമൊക്കെ ഇടയായത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഇനി 80-ാം വയസ്സിലേക്ക് കടക്കുമ്പോഴും വർദ്ധിത വീര്യത്തോടെ, വളരെ എരിവോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു നല്ല മാതാവാണ്. നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത പല മേഖലകളിൽ, നമുക്ക് പറയാൻ പറ്റാത്ത പലയിടങ്ങളിലും ഒരു ലജ്ജയും കൂടാതെ സധൈര്യം കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരു വാത്സല്യ മാതാവാണ്. തീർച്ചയായും ഈ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. നിശ്ചയമായും ഇവരെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം. എല്ലാ കൈത്താങ്ങലുകളും ഈ വാത്സല്യ കുടുംബത്തിന് ഉണ്ടാവണം. ദൈവത്തിനു വേണ്ടി വീണ്ടും ആയുസ്സോടെ, ആരോഗ്യത്തോടെ ഈ വാത്സല്യ അമ്മയും അവരുടെ മക്കളും ശോഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും കർത്താവിൽ വന്ദനമറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. അമ്മച്ചി എന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങുക. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, യേശുവിന്റെ സുവിശേഷവുമായി തന്റെ ആയുസ്സോളം എവിടം വരെ ഓടാമോ അത്രയും ഓടുവാൻ പ്രതിജ്ഞയെടുത്ത യേശുവിന്റെ സുവിശേഷ ധീരപടയാളി ഗ്രേസി അമ്മച്ചി. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ? ഈ പ്രതികൂലങ്ങളൊന്നും ഈ അമ്മച്ചിയെ സുവിശേഷ വേലയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. തന്റെ പ്രായത്തെയോ ക്ഷീണത്തെയോ സാഹചര്യത്തെയോ ഇല്ലായ്മകളെയോ ഒന്നും വകവെക്കാതെ സുവിശേഷത്തിന് വേണ്ടി ഈ അമ്മച്ചി ഇന്നും വിശ്വസ്തയോടെ നിൽക്കുന്നു. പലരും ഇന്ന് ക്ഷീണിതരായി അവശരായി വീട്ടിലിരിക്കുമ്പോൾ ഈ അമ്മച്ചിയെ ദൈവം വളരെ ശക്തമായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുമോ? കഴിഞ്ഞ നാളുകളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ അമ്മച്ചിയെ നമ്മൾ എല്ലാവരും കണ്ടവരാണ്. വീണ്ടും നിങ്ങൾ ഈ അമ്മച്ചിയെ ഓർക്കണമേ, ഓർത്തു പ്രാർത്ഥിക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.
ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിക്കുന്നതായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു കർത്താവിന്റെ നിസ്തുല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഈശ്വരോട് ഭരണാധികാരികൾക്കോ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്കോ ആർക്കും പാപത്തിന് പരിഹാരം തരുവാൻ സാധ്യമല്ല. പാപത്തിന് പരിഹാരം തരുവാൻ യേശുവിനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും കഴിയുകയില്ല. ഇന്ന് പകർക്കാൻ ഞാൻ ചോദിക്കുന്നത്, എന്താണ് രോഗമുണ്ടാകുന്നത്? എന്താണ് നമുക്ക് രോഗമുണ്ടാകുന്നത്? മാരകമായ രോഗം നമുക്ക് ഓരോരുത്തർക്കും ഈ പിടിക്കപ്പെടുന്ന എന്താണ് സ്വപ്നം? ഈ രോഗത്തിന്റെ ലക്ഷണമാണ് ഞാൻ അറിയുന്നല്ലോ എന്ന് നിങ്ങളെ സ്വപ്നം കാണുമെന്ന് ഒരു നിമിഷ നേരം നിങ്ങൾ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ പറയുമെങ്കിൽ, നിങ്ങൾ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, യേശു നിങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ പാപത്തിന് മോചനം തരുവാനും ആ ജീവൻ ഇന്ന് കാലത്തേക്ക് സംസാരിക്കാൻ വയ്യ. ഞാൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് പകൽ 8 മണിയായ കിടന്ന ഞാന്, രാവിലെ 8 മണിക്ക് കിടന്ന ഞാൻ